കോൺഗ്രസിന് എത്ര കിട്ടും, യു ഡി എഫിന് എത്ര കിട്ടും പറയാനുള്ള ഈ ഒരു ഘട്ടത്തിൽ? അല്ലല്ല, അത് ഒന്നും കൂടി പോളിംഗ് കൂടി കഴിയുമ്പോൾ ഒന്നും കൂടി പറയാം. കറക്റ്റ് 100+ ആണ് യു ഡി എഫ്. യു ഡി എഫ് 100+. എഴുതി വെച്ചോ, 100+. ഞാൻ പോളിംഗ് കൂടി കഴിയുമ്പോൾ ഒന്നും കൂടി പറയാം, കറക്റ്റ് ആയിട്ട് പറയാം. അത് കുറയില്ല. കുറയില്ല, ഉറപ്പായിട്ട് മനസ്സിലായി. 1 ഡസൻ മന്ത്രിമാരെങ്കിലും പരാജയപ്പെടും. 1 ഡസൻ. ചിലപ്പോ 1-2 അങ്ങോട്ടും ഇങ്ങോട്ടും മാറുന്നില്ല. ചിലപ്പോ ഒന്ന് കൂടി, ചിലപ്പോ ഒന്ന് കുറയും. അതിശക്തമായ വികാരമുണ്ട് എല്ലായിടത്തും. തെക്കൻ കേരളത്തിലൊക്കെ അവസ്ഥ എന്തായാലും താങ്കളെല്ലാം വളരെ മൈന്യൂട്ടായിട്ട് നിരീക്ഷിക്കുന്ന ആളാണല്ലോ. തെക്കൻ കേരളത്തിൽ ഇപ്പോ തിരുവനന്തപുരത്ത് 1 സീറ്റാണുള്ളത്, അത് 8 സീറ്റ് വരെ ആവാം. കൊല്ലത്ത് 2 എണ്ണമാണുള്ളത്, അത് 7-8 ആവാം. ആലപ്പുഴ ഞങ്ങൾ കണക്ക് കൂട്ടിക്കൊണ്ടിരിക്കുന്നുള്ളു. 1-2-3 കാര്യങ്ങൾ കൂടി അസസ് ചെയ്യാനുണ്ട്. ഈ എല്ലാ ജില്ലയിലും പറയണം. അത് അങ്ങോട്ട് മുകളിലേക്ക് എപ്പോഴേ കയറിപ്പോയി. 30 കൊല്ലത്തിനിടയിൽ ജില്ലാ പഞ്ചായത്ത് ആദ്യം പിടിച്ച ജില്ലയാണ്. അപ്പൊ അന്ന് തന്നെ മനസ്സിലായില്ലേ സംഭവം അവിടെ വലിയ ചേഞ്ച് ആണെന്ന്. എറണാകുളത്ത് എത്തുന്നതിന് മുമ്പ് യു ഡി എഫിന് ഭൂരിപക്ഷം കിട്ടും. കേട്ടോ, എറണാകുളത്ത് എത്തുമ്പോഴേക്കും യു ഡി എഫിന്റെ ഭൂരിപക്ഷവും എറണാകുളത്ത് കാസർഗോഡ് നിന്ന് എറണാകുളത്ത് എണ്ണി വരുമ്പോഴേക്കും യു ഡി എഫിന്റെ ഭൂരിപക്ഷവും ബാക്കിയുള്ളത് ഞാൻ പറഞ്ഞ സീറ്റാണ്. വോട്ട് ഫോർ യു ഡി എഫ്. യു ഡി എഫിന്റെ സ്ഥാനാർത്ഥികൾക്ക് നിങ്ങളുടെ സമ്മതിദാനാവകാശം സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി വിനിയോഗിച്ചുകൊണ്ട് ചരിത്രപരമായ 100+ എന്ന് പറയുന്ന വി ഡി സതീശൻ പ്രതിപക്ഷ നേതാവ്, അല്ല, കേരളത്തിന്റെ നിയുക്ത മുഖ്യമന്ത്രി പറയുന്ന ആ വിജയത്തിലേക്ക് എത്തിക്കുവാൻ പ്രിയപ്പെട്ട എൻ്റെ പ്രേക്ഷകർ, നിങ്ങളോടൊരു അഭ്യർത്ഥന മാത്രം. വോട്ട് ഫോർ യു ഡി എഫ്, വോട്ട് ഫോർ യു ഡി എഫ്, വോട്ട് ഫോർ യു ഡി എഫ്. സതീശൻ്റെ കോൺഫിഡൻസ് കണ്ടില്ലേ നിങ്ങൾ? കേരളത്തിൻ്റെ നിയുക്ത മുഖ്യമന്ത്രിയാ. കോൺഫിഡൻസ് മാത്രമല്ല, കേരളത്തിൻ്റെ പ്രശ്നങ്ങൾക്കുള്ള പരിഹാരവും സതീശൻ്റെ കയ്യിലുണ്ട്. പ്ലാൻ ബി എന്ന് പറഞ്ഞാൽ ഇത്രയും നാൾ പ്രതിപക്ഷത്തിരിക്കുന്നതായതുകൊണ്ട് പ്ലാൻ എ സർക്കാർ നടപ്പിലാക്കേണ്ടതായിരുന്നു. സർക്കാർ ആ പ്ലാൻ എ എല്ലാം ഭൂലോക പരാജയങ്ങളായിരുന്നു. അവിടെ എല്ലാത്തിനും പരിഹാരം പ്ലാൻ ബിയുമായിട്ടാണ്. പ്രോബ്ലം കണ്ടുപിടിക്കുക മാത്രമല്ല, ഐഡന്റിഫൈ ചെയ്യുക മാത്രമല്ല, അതിനുള്ള സൊല്യൂഷനുകൾ അടക്കം കണ്ടുപിടിച്ചിട്ടാണ് ഈ തെരഞ്ഞെടുപ്പിനെ നേരിടാൻ ടീം യു ഡി എഫ് ഇറങ്ങിത്തിരിച്ചിട്ടുള്ളത്. അതുകൊണ്ട് പ്രിയപ്പെട്ട വോട്ടർമാരോട്, പ്രേക്ഷകരോട് പറയാനുള്ളത്, നിങ്ങളുടെ വിലയേറിയ സമ്മതിദാനാവകാശം അത് പിണറായി വിജയന്റെ 10 വർഷത്തെ കെടുകാര്യസ്ഥതയ്ക്കെതിരെ, പിണറായി വിജയന്റെ അഹങ്കാരത്തിനെതിരെ, പിണറായി വിജയന്റെ ധാർഷ്ട്യത്തിനെതിരെ അതിനുള്ള മറുപടി കൊടുക്കുവാനുള്ള ഒരു അവസരമായി വിനിയോഗിക്കണം. ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ വീട്ടിൽ പോയി ചോദിക്കെന്ന് പറയുന്ന, ചോദ്യങ്ങൾ ചോദിക്കാൻ വേണ്ടി മാധ്യമങ്ങൾ അടുത്തു പോകുമ്പോൾ കടക്ക് പുറത്ത് എന്ന് പറയുന്ന വിജയന്റെ ധാർഷ്ട്യം അവസാനിപ്പിക്കാനുള്ളതാണ് ഈ അവസരം എന്നുള്ളത് പ്രത്യേകം നിങ്ങളുടെ ഓർമ്മകളിൽ ഉണ്ടാവണമെന്നുള്ളതാണ്. അല്ലേ? സതീശൻ്റെ കണക്കുകൂട്ടലുകൾ കഴിഞ്ഞ കാലങ്ങളിൽ ഒന്നും എവിടെയും പിഴച്ചിട്ടില്ല എന്നുള്ളത് വലിയ പരമാർത്ഥമാണ്. ഞാനിപ്പോഴും ഇങ്ങനെ ഓർക്കുകയാണ്. തൃക്കാക്കരയിൽ പി ടി തോമസ് അദ്ദേഹത്തിൻ്റെ മരണം സംഭവിക്കുന്നു. അതിനുശേഷം തൃക്കാക്കരയിൽ ഉപതെരഞ്ഞെടുപ്പ് വരുന്നു. ആ ഉപതെരഞ്ഞെടുപ്പ് വരുമ്പോൾ ഈ തൃക്കാക്കരയിൽ സ്ഥാനാർത്ഥി നിർണയത്തെക്കുറിച്ചുള്ള ഇങ്ങനെ ചർച്ചകൾ വരുമ്പോൾ എറണാകുളത്തെ ലിസി ഹോസ്പിറ്റലിൽ നിന്ന് ഒരു സ്ഥാനാർത്ഥി പ്രഖ്യാപനം വരിക. ജോസഫ്. കേരളത്തിലെ പിണറായി വിജയനും പിണറായി വിജയൻ്റെ അടിമകളായിട്ടുള്ള 20 മന്ത്രിമാരും പിന്നെ ബാക്കിയുള്ള എല്ലാ MLA മാരും എല്ലാ പാർട്ടി സംവിധാനങ്ങളും സർക്കാർ സംവിധാനങ്ങളും ഉപയോഗിച്ച് ജോസഫിന് വേണ്ടി പ്രചരണം നടത്തിയിട്ട് ഉമാ തോമസ് തൃക്കാക്കരയിൽ നിന്ന് വിജയിച്ച് കയറിയത് വലിയ ഭൂരിപക്ഷത്തിനാണ്. മനസ്സിലായില്ലേ? അത് സതീശൻ്റെ ഒരൊറ്റ ഈ പറയുന്ന എലക്ഷൻ മാനേജർ എന്നൊക്കെ നമുക്ക് അക്ഷരം തെറ്റാതെ വിളിക്കാൻ പറ്റുന്ന വ്യക്തിയാണ് സതീശൻ. അത് കഴിഞ്ഞിട്ടുള്ള പല ഉപതെരഞ്ഞെടുപ്പുകൾ, പല തെരഞ്ഞെടുപ്പുകളിൽ നമ്മൾ കാണുകയും ചെയ്തു. അപ്പോൾ സതീശൻ്റെ ആ കോൺഫിഡൻസ് നോക്ക്, അതെന്തിനു മാത്രം. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. അദ്ദേഹം എത്രമാത്രം കൃത്യമായിട്ട് കണക്കുകൾ നിരത്തി അയാളത് പറയണമെങ്കിൽ എത്രത്തോളം ഗ്രൗണ്ട് ലെവലിൽ അയാൾ പ്രവർത്തിച്ചിട്ടുണ്ട് എന്നുള്ളത് മനസ്സിലാവും. അല്ലേ? കാസർഗോഡ് നിന്ന് തുടങ്ങി എറണാകുളത്തേക്ക് എത്തുമ്പോഴേക്കും UDF ഭരിക്കാനുള്ള ഭൂരിപക്ഷമാകും എന്ന് പറഞ്ഞാൽ കേവല ഭൂരിപക്ഷം മറികടക്കുമെന്ന് സതീശൻ പറയുന്നുണ്ടെങ്കിൽ അത് ആ വ്യക്തിയുടെ കോൺഫിഡൻസ് എന്ന് പറഞ്ഞാൽ അത് കുറഞ്ഞു പോകും. മനസ്സിലായില്ലേ?
കോൺഫിഡൻസ് എന്ന് പറഞ്ഞാൽ അത് കുറഞ്ഞു പോകും. ഞാൻ ഈ ഒരു കാര്യത്തിൽ സതീശനെ നമ്മൾ സമ്മതിക്കുകയല്ലാതെ വേറെ വഴിയില്ല. കാരണം ഒന്നാം പിണറായി സർക്കാർ കഴിഞ്ഞു, തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു, കോൺഗ്രസ് തോറ്റ് തുന്നം പാറി, എല്ലാ രീതിയിലും തകർന്നടിഞ്ഞു. രണ്ടാം പിണറായി സർക്കാർ വരുമ്പോൾ പ്രതിപക്ഷ സ്ഥാനത്തേക്ക് എന്ന് പറഞ്ഞാൽ പാർട്ടി ഇങ്ങനെ തളർന്ന് വീണു പോയ ഘട്ടത്തിലാണ് ഇതിൻ്റെ കടിഞ്ഞാൺ പിണറായി വിജയൻ്റെ കയ്യിലേക്ക് കൊടുക്കുന്നത്, സതീശൻ്റെ കയ്യിലേക്ക് കൊടുക്കുന്നത്. അവിടെ നിന്ന് അങ്ങോട്ട് സതീശൻ്റെ ഒരു പോരാട്ടമായിരുന്നു. എല്ലാ അർത്ഥത്തിലും ഒരു പോരാട്ടം തന്നെയായിരുന്നു സതീശൻ പിന്നീട് അങ്ങോട്ട് നടത്തിയത്. ആ പോരാട്ടമായിരുന്നു പിന്നീട് നടന്ന എല്ലാ ഉപതെരഞ്ഞെടുപ്പുകളിലും. ഈവൻ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ രാഹുൽ മാങ്കൂട്ടം കത്തിച്ചങ്ങനെ നിർത്തിയിട്ട് കേരളത്തിലെ മാധ്യമങ്ങളിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിൻ്റെ ഘട്ടത്തിൽ എന്തായിരുന്നു ചർച്ച ഒന്ന് മാത്രമേ ഉണ്ടായുള്ളൂ. അത് ഈ പറയുന്ന രാഹുൽ മാങ്കൂട്ടം വിവാദമായിരുന്നു. എന്നിട്ട് പോലും തദ്ദേശ തെരഞ്ഞെടുപ്പ് തൂക്കിയടിച്ച വ്യക്തിയാണ് വി ഡി സതീശൻ. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, ആ വ്യക്തി, അദ്ദേഹത്തിൻ്റെ സംസാരങ്ങൾ, അദ്ദേഹത്തിൻ്റെ ഇൻ്റർവ്യൂകൾ, അദ്ദേഹത്തിൻ്റെ പോഡ്കാസ്റ്റുകൾ, അങ്ങനെ പല രീതിയിലുള്ള അദ്ദേഹത്തിൻ്റെ അഭിമുഖങ്ങൾ എപ്പോഴും വളരെയധികം ശ്രദ്ധിക്കുന്നൊരു വ്യക്തിയാണ് ഞാൻ. ഇതിന് പല കാരണങ്ങളുണ്ട് കേട്ടോ. ഇപ്പോൾ രാഷ്ട്രീയക്കാരുടെ പല ആളുകളുടേതും നമ്മൾ ശ്രദ്ധിക്കാറുണ്ട്. ഇപ്പോൾ ഈവൻ CPMകാരുടേത്, പിണറായി വിജയൻ്റേത് ഒക്കെ ശ്രദ്ധിക്കും. പക്ഷേ സതീശൻ്റെ അഭിമുഖങ്ങളിൽ നിങ്ങൾ ഈ കഴിഞ്ഞ കാലങ്ങളിൽ ഇറങ്ങിയ പിണറായി വിജയൻ്റെ വാർത്താ സമ്മേളനങ്ങളാവട്ടെ, അഭിമുഖങ്ങളാവട്ടെ, പ്രതികരണങ്ങളാവട്ടെ, എന്തും തന്നെയാവട്ടെ, നിങ്ങളൊന്ന് എടുക്കുക. അതുപോലെ സതീശൻ്റെതും ഇതുപോലെയുള്ള അഭിമുഖങ്ങളും പ്രതികരണങ്ങളും പ്രസംഗങ്ങളും ഒക്കെ എടുക്കുക. എന്നിട്ട് നിങ്ങളൊന്ന് വിശകലനം ചെയ്തു കഴിഞ്ഞാൽ ഇത്രമാത്രം പ്രൊഡക്ടിവിറ്റി ആയിട്ടുള്ള സംസാരവും നിലപാടുകളും നിങ്ങൾക്ക് സതീശനിൽ മാത്രമേ കാണാൻ കഴിയുകയുള്ളൂ. പ്രൊഡക്റ്റീവായിട്ടുള്ള കാഴ്ചപ്പാടുകൾ, നിലപാടുകൾ, അത് സതീശനിൽ മാത്രമേ കാണാൻ കഴിയുള്ളൂ. കേരളം നേരിട്ട് കൊണ്ടിരുന്ന എല്ലാ പ്രതിസന്ധികൾക്കും അയാളുടെ മുന്നിൽ ആ പ്രതിസന്ധികൾ അയാൾ ഐഡൻറ്റിഫൈ ചെയ്തിട്ടുണ്ട് എന്ന് മാത്രമല്ല, അതിനുള്ള പ്ലാൻ ബി സജ്ജമാക്കിയിട്ടാണ് ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. വെറുതെ പ്രതിസന്ധി പ്ലാൻ ബി ഉണ്ട് എന്ന് പറയുകയല്ല, മറിച്ച് ഇപ്പോൾ ആരോഗ്യ മേഖലയെക്കുറിച്ച് പഠിക്കാൻ ഒരു വലിയ സംഘത്തെ തന്നെ ചുമതലപ്പെടുത്തിയിട്ട് പല ആളുകളുടെയും എക്സ്പേർട്ടായിട്ടുള്ള ആരോഗ്യരംഗത്തുള്ള ആളുകളുടെ ഒരു സംഘമുണ്ടാക്കി അതുവഴി പല മേഖലകളിൽ, ഈ ആരോഗ്യ മേഖലകളിൽ പ്രവർത്തിക്കുന്ന വിദഗ്ധരായിട്ടുള്ള ആളുകളുടെ ഒപ്പീനിയനുകളും നിർദ്ദേശങ്ങളും ഒക്കെ എടുത്ത് അതിൽ നിന്ന് ഒരു ടോട്ടൽ രൂപപ്പെടുത്തി ഏകീകരിച്ചെടുത്ത് അതിലൂടെ ഒരു സൊല്യൂഷനിലേക്ക് എത്തി. വിദ്യാഭ്യാസ രംഗവും അതുപോലെ തന്നെ. ഈവൻ വിദ്യാഭ്യാസ രംഗത്ത് മൈഗ്രേറ്റ് ചെയ്ത് പുറത്തു പോയി പഠിക്കുന്ന വിദ്യാർത്ഥികളുമായി അടക്കം സംവദിച്ചു വി ഡി സതീശൻ. പുറത്തു പോയി പഠിക്കുന്ന വിദ്യാർത്ഥികളുമായി സംവദിച്ചു. അങ്ങനെ സംവദിച്ച് അവരുടെ പ്രശ്നങ്ങൾ, അവരാഗ്രഹിക്കുന്നത്, അവർ ലക്ഷ്യം വെക്കുന്നത്, അവരെന്താണോ നോട്ടമിടുന്നത്, അങ്ങനെ വേണ്ട എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കിയിട്ട് അതിലൂടെ ഒരു പദ്ധതി, അങ്ങനെ എന്ന് വേണ്ട സകല മേഖലകളിലുമുള്ള ആളുകളുമായിട്ട് സംവദിച്ചു. അവരുടെ ആ മേഖലകളിലുള്ള എക്സ്പേർട്ടുകളുമായിട്ട് സംവദിച്ചു. അവരുടെ അഭിപ്രായങ്ങൾ തേടി, അവരുടെ നിർദ്ദേശങ്ങൾ തേടി, അതിലൂടെ ഓരോ പ്രശ്നങ്ങൾക്ക് എങ്ങനെ സൊല്യൂഷനുകൾ കണ്ടെത്താമെന്നുള്ള സൊല്യൂഷനിലേക്ക് എത്തി. എന്ന് പറഞ്ഞാൽ പ്രതിപക്ഷത്തിരുന്നു കൊണ്ട് ഇങ്ങനെ ഒരു സൊല്യൂഷൻ കണ്ടുപിടിക്കാൻ തെരഞ്ഞെടുപ്പിന് മുന്നേ ഇറങ്ങി പുറപ്പെട്ട ഒരു നേതാവ് കേരളത്തിൽ ഉണ്ടായിരുന്നെങ്കിൽ, ഉണ്ടായിട്ടില്ല മുമ്പ്, അത് വി ഡി സതീശൻ മാത്രമാണ്. മുമ്പുണ്ടായിരുന്ന പലരും, ഞാൻ ആരെയും വില കുറച്ച് കാണിക്കാൻ പറയുന്നൊന്നല്ല കേട്ടോ, അതിനിപ്പോൾ ഏത് മുന്നണിയുടെ ആണെങ്കിലും ഏത് പാർട്ടിയുടെ ആണെങ്കിലും മുമ്പുണ്ടായിരുന്നവരൊക്കെ പ്രോബ്ലങ്ങൾ എന്താണ് എന്നുള്ളത് അവർക്കറിയാമായിരുന്നു. പ്രശ്നം എന്താണ്, വീഴ്ചകൾ എന്താണ് എന്നൊക്കെയുള്ളത് അവർക്കറിയാമായിരുന്നു. അതിനപ്പുറത്തേക്ക് ഇതിനുള്ള സൊല്യൂഷൻ എന്നുള്ളതിനെക്കുറിച്ച് അവരാരും ചിന്തിച്ചിട്ടില്ല. അപ്പോൾ അവരത് ചിന്തിച്ചത് എന്താ, നമ്മൾ അധികാരത്തിൽ വരുമ്പോൾ അതിനെപ്പറ്റി ചിന്തിക്കാം, അങ്ങനെയായിരുന്നു അവരുടെ മെൻറ്റാലിറ്റി എന്ന് പറഞ്ഞാൽ. പക്ഷേ സതീശൻ അങ്ങനെയല്ല. അധികാരത്തിൽ എത്തുന്നതിന് മുമ്പ്, തെരഞ്ഞെടുപ്പിൻ്റെ നോട്ടിഫിക്കേഷൻ പോലും വരുന്നതിൻ്റെ, തെരഞ്ഞെടുപ്പ് ആവുന്നതിൻ്റെ കാലാവധി തീരുന്നതിൻ്റെ മാസങ്ങൾക്ക് മുമ്പ് അല്ല, കൃത്യമായി പറഞ്ഞാൽ ഈ പറയുന്ന
രണ്ടാം പിണറായി സർക്കാരിൻ്റെ ആദ്യ പകുതി എന്ന് പറഞ്ഞ 2.5 വർഷം കഴിയുമ്പോൾ തന്നെ സതീശൻ പണി തുടങ്ങിയിരുന്നു. അത് പ്രധാനമായിട്ടും അദ്ദേഹം കേന്ദ്രീകരിച്ചത് ആരോഗ്യ മേഖലയെക്കുറിച്ച്, വിദ്യാഭ്യാസ മേഖലയെക്കുറിച്ച്, ജനങ്ങൾ ഈ പ്രത്യേകിച്ച് യുവതലമുറയുടെ മൈഗ്രേഷനെ കുറിച്ച് ഒക്കെ ആയിരുന്നു അദ്ദേഹം കൃത്യമായിട്ട് പഠിച്ചത്. അതോടൊപ്പം നമ്മുടെ നാട്ടിലെ വിവിധങ്ങളായിട്ടുള്ള പ്രശ്നങ്ങളെക്കുറിച്ച് ഒക്കെ വളരെ കൃത്യമായി പഠിച്ച് സൊല്യൂഷനുകൾ കണ്ടിട്ടാണ് അദ്ദേഹം ഇറങ്ങി തിരിച്ചിരിക്കുന്നത്. അതോടൊപ്പം ആ മനുഷ്യൻ്റെ ഒരു നട്ടല്, ആർജവം എന്ന് പറയുന്നത് ഞാൻ വെറുതെ അങ്ങ് പറയുന്നതല്ല. കാരണം ഇപ്പം പിണറായി വിജയന് പറയാൻ കഴിയുമോ? പിണറായി വിജയൻ ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച് പിന്നെ എല്ലാ ദിവസവും വാർത്താ സമ്മേളനം നടത്തുന്നുണ്ടല്ലോ. എന്നാൽ പിണറായി വിജയന് പറയാൻ കഴിയുമോ ഞാൻ അധികാരത്തിലെത്തിയിട്ടില്ലെങ്കിൽ ഞാൻ ഈ പരിപാടി നിർത്തുമെന്ന് പറയാൻ പിണറായി വിജയനെ കൊണ്ട് സാധിക്കുമോ? സാധിക്കൂല. പക്ഷേ നിങ്ങൾ അവിടെ ഒരു കാര്യം ആലോചിക്കണം. സതീശൻ അത് ആവർത്തിച്ച് പറഞ്ഞ കാര്യമാണ്. ടീം യു ഡി എഫിനെ അധികാരത്തിലെത്തിക്കാൻ സാധിച്ചില്ലെങ്കിൽ താൻ പിന്നെ ഈ രാഷ്ട്രീയ രംഗത്ത് ഉണ്ടാവില്ല എന്നുള്ളത് അയാളുടെ ഒരു നിലപാടാണ്. അവിടെ അദ്ദേഹത്തിന് 2 കാഴ്ചപ്പാടുകളുണ്ട്, 2 ആസ്പെക്റ്റുകളുണ്ട്. ഒന്ന് അദ്ദേഹത്തിൻ്റെ ആ ഒരു ആത്മവിശ്വാസം തന്നെയാണ് യു ഡി എഫിനെ അധികാരത്തിലേക്ക് എത്തിക്കാൻ കഴിയുമെന്നുള്ള 100ക്ക് വേണമെങ്കിൽ 1000% എന്ന് പറയാവുന്ന രീതിയിലുള്ള അദ്ദേഹത്തിൻ്റെ ആത്മവിശ്വാസമാണ്. 2, ഇൻ കേസ് എല്ലായിടത്തും പോസിബിലിറ്റികളുണ്ടല്ലോ, അധികാരത്തിലേക്ക് എത്താം, എത്താതിരിക്കാം. ഞാൻ പറഞ്ഞു വരുന്നത് ഇമാജിനേഷനാണ് പറയുന്നത്. യു ഡി എഫ് അധികാരത്തിലേക്ക് എത്തൂല എന്നല്ല പറയുന്നത്. അദ്ദേഹത്തിൻ്റെ ആ ഒരു വിൽ പവർ അത് നമ്മൾ സമ്മതിച്ചു കൊടുത്തേ മതിയാവുകയുള്ളൂ. ഇൻ കേസ് അധികാരത്തിലേക്ക് എത്താൻ പറ്റിയില്ലെങ്കിൽ താൻ ഈ 5 വർഷം നടത്തിയ പ്രവർത്തനങ്ങൾ, പാർട്ടിയെ തിരിച്ചു കൊണ്ടുവരാൻ നടത്തിയ പ്രവർത്തനങ്ങൾ അത് ഫലവത്തായില്ല എന്നുള്ളത് കൊണ്ട് താൻ അതിന് ഇനി അർഹതപ്പെട്ടവനല്ല, അതുകൊണ്ട് രാഷ്ട്രീയ രംഗം താൻ ഉപേക്ഷിക്കുകയാണ് എന്നുള്ള അദ്ദേഹത്തിൻ്റെ ആ പ്രഖ്യാപനം, ആ ഒരു കോൺഫിഡൻസ് ലെവൽ ഉണ്ടല്ലോ, അത് ഈ പിണറായി വിജയന് സാധിക്കുമോ? ആ ഒരു കോൺഫിഡൻസ് ലെവൽ ഇനി പിണറായി വിജയൻ അങ്ങനെ പറഞ്ഞാൽ അങ്ങനെ പ്രവർത്തിക്കാൻ കെൽപ്പുണ്ടോ? സതീശൻ അതുണ്ട്. അതാണ് സതീശനെ വ്യത്യസ്തനാക്കുന്നത്. ഞാൻ പറയുന്നു, സതീശന് അധികാരത്തിലേക്ക് ഉറപ്പായിട്ടും എത്തും, ആ കാര്യത്തിലൊരു തർക്കമില്ല. എന്നാലും പറയാ ഇൻ കേസ് എത്തിയില്ലെങ്കിൽ അദ്ദേഹം പിന്നെ ഈ പറയുന്ന പൊതുരാഷ്ട്രീയത്തിൽ ഉണ്ടാവില്ല എന്നുള്ള കാര്യത്തിൽ 100% ഉറപ്പാണ്. ആ വ്യക്തി മാറി നിൽക്കും. അത് അയാളുടെ ആർജവമാണ്, നട്ടല്ലാണ്, കാഴ്ചപ്പാടാണ്, നിലപാടാണ്. അതിലൊരു വ്യത്യാസം ഉണ്ടാവില്ല. അപ്പം ഞാൻ അത് പറയുമ്പോൾ നിങ്ങൾ പറയരുത് നിനക്കെന്നെ ഉറപ്പില്ല, അങ്ങനെ അല്ലടോ. അതൊരു പോസിബിലിറ്റി പറഞ്ഞതാ, ജസ്റ്റ് ഒരു ഹൈപ്പോത്തറ്റിക്കൽ സിറ്റുവേഷൻ എന്നുള്ള രീതിയിൽ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ അധികാരത്തിലേക്ക് ഉറപ്പായിട്ടും യു ഡി എഫ് എത്തും, അതും തിളക്കമാർന്ന വിജയത്തോടു കൂടി എത്തും. അതും സതീശൻ ഈ പറയുന്ന അദ്ദേഹത്തിൻ്റെ കോൺഫിഡൻസിൽ അദ്ദേഹം പറയുന്ന 100+ എന്നുള്ള മാർജിനിൽ തന്നെ അധികാരത്തിലേക്ക് എത്തുമെന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും നിങ്ങൾക്ക് ആർക്കും വേണ്ട. അപ്പോൾ ജനങ്ങൾ അത് തീരുമാനിച്ചതാ. പിന്നെ അതിൻ്റെ കൂടെ സതീശൻ്റെ 100-101 ആക്കാൻ നമുക്കൊരു ശ്രമം നടത്താം. അതാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത് വോട്ട് ഫോർ UDF എന്ന് ഞാൻ പറയാനുണ്ടായ കാരണം. മനസ്സിലായില്ലേ? കാരണം കേരളത്തിന് വേണ്ടത് എന്തെങ്കിലും പിഞ്ഞ ആ കസേരയിലിരിക്കുന്ന ആരെങ്കിലും അല്ല, മറിച്ച് കേരളത്തിന് വേണ്ടത് ആർജവമുള്ള, ഈ നാടിൻ്റെ സ്പന്ദനങ്ങൾ തൊട്ടറിയാൻ കഴിയുന്ന, പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്താൻ കഴിയുന്ന, യുവതലമുറക്ക് ഈ നാട്ടിൽ നിൽക്കാൻ തോന്നത്തക്ക വിധം പദ്ധതികളും പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകാൻ കഴിയുന്ന ഒരു ഭരണാധികാരിയാണ് വേണ്ടത്. അതല്ലാതെ റോഡുണ്ടാക്കാനും പാലുണ്ടാക്കാനും ഏത് ഭരണാധികാരികൾ വന്നാലും അവരെ കൊണ്ട് സാധിക്കും. അത് അവരുണ്ടാക്കാറുമുണ്ട്, എല്ലാ ഭരണാധികാരികളും. റോഡും പാലും അല്ല വിഷയം, മറിച്ച് വളരെ കൃത്യമായിട്ട് നമ്മുടെ നാട്ടിലെ വിദ്യാഭ്യാസ മേഖലയെ ഒന്ന് പൊളിച്ചെഴുതാനുണ്ട് ഫസ്റ്റ് ഓഫ് ഓൾ. ആൻഡ് സെക്കൻഡ് തിങ് എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിലെ പൊതു ആരോഗ്യ മേഖല ഒന്ന് പൊളിച്ചെഴുതേണ്ടതായിട്ടുണ്ട്. ഈ 2 മേഖലകൾ. പിന്നെ സാധാരണക്കാരൻ്റെ ഏറ്റവും വലിയ പ്രശ്നമായ വിലക്കയറ്റം, ഇതിനെയും പിടിച്ചു നിർത്താൻ കെൽപ്പുള്ളവരായിരിക്കണം ഈ പറയുന്ന ഭരണാധികാരികൾ. അതാണ് ഒരു ഭരണാധികാരി എന്ന് പറയുന്നത്. അല്ലാതെ റോഡുണ്ടാക്കാനും പാലുണ്ടാക്കാനും ഏത് പൊട്ടനെയും പിടിച്ച് ഖജനാവിൽ പണം ഉണ്ടെങ്കിൽ ആ റോഡുണ്ടാക്ക്, ഈ പാലുണ്ടാക്ക് എന്ന് പറഞ്ഞാൽ അവരത് ചെയ്യും.
അതിന് പറ്റിയ എഞ്ചിനീയർമാരും കോൺട്രാക്ടർമാരും നമ്മുടെ നാട്ടിലുണ്ട്. അവർക്ക് പണം കൊടുത്തിട്ട് അവരോട് പറയാണ് ഇതാണ് ക്രൈറ്റീരിയ, ഇതാണ് കണ്ടീഷൻ, അവിടെ നിന്ന് ഇങ്ങോട്ടൊരു പാലം വേണം, ഇതാണ് കണ്ടീഷൻ, അവിടെ നിന്ന് ഇങ്ങോട്ട് റോഡ് വേണം എന്ന് പറഞ്ഞാൽ അത് അവരുണ്ടാക്കി തരും, പണം കൊടുത്താൽ മതി. അതിന് ഭരണാധികാരികൾ വേണമെന്നില്ല. അതിനിവിടെ കോൺട്രാക്ടർമാരും ഈ പറയുന്ന ബിൽഡിംഗ് ഉണ്ടാക്കാനും ഒക്കെ പറ്റുന്ന കോൺട്രാക്ടർമാരും എഞ്ചിനീയർമാരും നമ്മുടെ കേരളത്തിൽ ഇഷ്ടം പോലെ ഉണ്ട്. അതല്ല നമുക്ക് ആവശ്യം. മറിച്ച് ഈ പറയുന്ന വിലക്കയറ്റം, പൊതു ആരോഗ്യ മേഖല, പൊതുവിദ്യാഭ്യാസ മേഖല, നമ്മുടെ മക്കൾ, കേരളത്തിൻ്റെ യുവസമൂഹം ഇങ്ങനെ മൈഗ്രേറ്റ് ചെയ്യപ്പെട്ടുകൊണ്ടേയിരിക്കുക അല്ലേ? മൈഗ്രേറ്റ് ഞാൻ സ്ഥലമൊന്നും പറയുന്നില്ല. ഇപ്പം ചിലയിടങ്ങളിൽ കേരളത്തിൻ്റെ ചില ഭാഗങ്ങളിൽ ഈ മൈഗ്രേഷൻ കാരണം വലിയ ആഡംബര വീടൊക്കെ ഉണ്ടാക്കി വസ്തുവൊക്കെ വെച്ച് നല്ല അടിപൊളി, പക്ഷെ വീട്ടിൽ താമസിക്കാൻ ആളില്ല. എന്താ കാര്യം? എല്ലാവരും മൈഗ്രേറ്റ് ചെയ്ത് പോവുക. അത് കാരണം അതൊക്കെ വിട്ടൊഴിവാക്കുകയാണ്. അങ്ങനെ ചില ഏരിയകളിൽ അങ്ങനെ ഒരു ഏരിയ അങ്ങനെ തന്നെ മൈഗ്രേഷൻ കാരണം ആളുകളില്ലാതെ ആ ഒരു അന്യാധീനപ്പെട്ടു പോവുക. പിന്നെ ഉള്ളിടത്തോ ഈ പ്രായമായ അച്ഛനും അമ്മയും ആൾ മാത്രം വീടുകളിൽ, ബാക്കിയുള്ളവരൊക്കെ മൈഗ്രേറ്റ് ചെയ്തു പോയി. അവരാരും തിരിച്ചു വരാൻ തയ്യാറില്ല. അങ്ങനെ ഒരു വൃദ്ധസദനമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ആരോഗ്യ മേഖലയിൽ പോയാൽ വയറ്റിൽ കത്രികയാ, കാലിന് ചികിത്സിക്കാൻ പോയാൽ കണ്ണ് പോകുക, കണ്ണിന് ചികിത്സ പോയാൽ കാല് പോകുക, വലത്തെ കൈയിന് പോയാൽ ഇടത്തെ കൈ പോവുക, കൈ പൊട്ടി, താഴെ വീണു, കൈ പൊട്ടി, ചികിത്സിക്കാൻ പോയാൽ കൈ മുറിച്ചു മാറ്റുക. ഇതൊക്കെയാണ് അവസ്ഥ. അപ്പോൾ ഇതിനെ കൺട്രോൾ ചെയ്യാൻ, ഇതിനൊരു സൊല്യൂഷൻ കാണാൻ അതിനാണ് ഭരണാധികാരി വേണ്ടത്. അതല്ലാതെ പാലം റോഡ് ഉണ്ടാക്കാൻ ഭരണാധികാരി വേണ്ട. അതിന് ഖജനാവിൽ പണവും കേരളത്തിൽ ഇഷ്ടംപോലെ എഞ്ചിനീയർമാരും കോൺട്രാക്ടർമാരും ഉള്ളതുകൊണ്ട് അവർക്ക് പണം കൊടുത്തിട്ട് അവിടെ പാലം വേണമെന്ന് പറഞ്ഞാൽ അവർ കിട്ടും, ഇവിടെ റോഡ് വേണമെന്ന് പറഞ്ഞാൽ അവരുണ്ടാക്കി തരും. അപ്പോൾ അതല്ല വേണ്ടത്. നമുക്ക് കേരളത്തിൻ്റെ വലിയ പ്രശ്നമാണ് ഈ പറഞ്ഞ ആരോഗ്യ മേഖല, വിദ്യാഭ്യാസ മേഖല, അതുപോലെ സാധാരണക്കാരൻ്റെ വയറ്റത്തടിക്കുന്ന ഈ പറയുന്ന വിലക്കയറ്റം. ഈ കാര്യങ്ങളിൽ തീരുമാനമുണ്ടാക്കാൻ കെൽപ്പുള്ള ആളുകളായിരിക്കണം. അതുകൊണ്ട് ഈ പറഞ്ഞ മേഖലകളുമായിട്ട് സതീശൻ വളരെ കൃത്യമായ പഠനങ്ങൾ നടത്തി പ്ലാൻ ബിയുമായിട്ടാണ് ഈ തെരഞ്ഞെടുപ്പിന് മുന്നേ ഇറങ്ങി പുറപ്പെട്ടിരിക്കുന്നത്. അതുകൊണ്ട് ആ പ്ലാൻ ബിക്ക് നമ്മളൊരവസരം കൊടുക്കണം. അതുകൊണ്ട് സതീശൻ പറഞ്ഞ 100 ഷുവറാണ്. 101 എന്നെക്കൊണ്ടും നിങ്ങളെക്കൊണ്ടും പറ്റണം, അല്ലെങ്കിൽ 102 എന്നെക്കൊണ്ടും നിങ്ങളെക്കൊണ്ടും പറ്റണം, 110 എന്നെക്കൊണ്ടും നിങ്ങളെക്കൊണ്ടും പറ്റണം. അതിനുവേണ്ടി ഒരു വോട്ട് നിങ്ങൾ എന്നെ കേൾക്കുന്നവർ വിവിധയിടങ്ങളിൽ ഇരുന്നു കൊണ്ട് കേൾക്കുന്നവരാണ്. നിങ്ങളുടെ മണ്ഡലങ്ങളിലെ UDFൻ്റെ സ്ഥാനാർത്ഥിക്ക് വേണ്ടിയായിരിക്കണം നിങ്ങളുടെ വോട്ടുകളെന്ന് വിനീതമായി ഓർമ്മപ്പെടുത്തുകയാണ്.